പ്രിയ വിദ്യാർത്ഥികളെ, നമസ്കാരം. HST മലയാളം ഇന്റർവ്യൂ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രബ്സ്കെയിൽ കഴിഞ്ഞ HST മലയാളം പരീക്ഷയ്ക്കും ഇന്റർവ്യൂ ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. ഈ പ്രാവശ്യത്തെ ഇന്റർവ്യൂ ക്ലാസ് ആരംഭിക്കുകയാണ്. നമുക്കറിയാം, നിങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്ത് ഒരുപാട് രാത്രികൾ ഉറക്കമിളച്ച് പരീക്ഷ എഴുതി നിങ്ങൾ വിജയശ്രീ ലാളിതരായി മറ്റൊരു പരീക്ഷയെ നേരിടാൻ പോവുകയാണ്. നമുക്കറിയാം, HST പരീക്ഷയ്ക്ക് രണ്ട് ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് എഴുത്തു പരീക്ഷയാണ്. എഴുത്തു പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി വിജയിച്ചു വന്നിട്ടുള്ള നിങ്ങളെ പ്രബ്സ്കെയിൽ ആദ്യമേ അഭിനന്ദിക്കുകയാണ്. ഇനി നമ്മൾ മറ്റൊരു പരീക്ഷയുടെ ഘട്ടത്തിലേക്കാണ്. അഭിമുഖ പരീക്ഷയാണ്. എഴുത്തു പരീക്ഷയെ നമ്മൾ എത്ര ഗൗരവത്തോടെയാണോ കണ്ടത്, അതേ ഗൗരവത്തോടെ തന്നെ നമ്മൾ അഭിമുഖ പരീക്ഷയും നേരിടേണ്ടതുണ്ട്. അതിനെന്തെല്ലാം മുന്നൊരുക്കങ്ങളാണ് വേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് തയ്യാറാവേണ്ടത് എന്നാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നൽകുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മൾ HST മലയാളം ഇന്റർവ്യൂ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിനു മുന്നേ മികച്ച മാർക്ക് വാങ്ങി വിജയിച്ചു വന്നിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. കാരണം ജീവിതത്തിലെ ഒരു പ്രധാന ഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. ഇക്കഴിഞ്ഞ കാലം അത്രയും നിങ്ങൾ പഠിച്ചതിന് ഒരു ഫലമുണ്ടാകുവാൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ വളരെ കോൺഫിഡന്റോടുകൂടി, വളരെ ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ ഈ പരീക്ഷയെ, അഭിമുഖ പരീക്ഷയെ നേരിടേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകം തന്നെ ഇന്റർവ്യൂവിന്റെ കത്ത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചില മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. എന്തെല്ലാമാണ് മുന്നൊരുക്കങ്ങൾ? കത്തിൽ പറഞ്ഞത് പ്രകാരം തന്നെ നിങ്ങൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. അതിൽ ചിലപ്പോൾ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടാകും. ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകളൊക്കെ കൃത്യമായി വാങ്ങിവെച്ച് ഒരു പ്രത്യേക ഫയൽ നിങ്ങൾ വാങ്ങിയിട്ട് അതിലേക്കെല്ലാം അടുക്കി വെക്കേണ്ടതാണ്. ഒന്നും മറന്നു പോകരുത്. ID കാർഡ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ID കാർഡ് എടുക്കണം. അതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുള്ള BA-യുടെയും MA-യുടെയും B.Ed.ന്റെയും എല്ലാ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുണ്ട്. അതെല്ലാം തന്നെ നന്നായി എടുത്ത് വെച്ചിട്ടുണ്ട്. തലേ ദിവസം തന്നെ അതെല്ലാം എടുത്ത് നിങ്ങൾ ബാഗിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. മിക്കവാറും ജില്ലാ ആസ്ഥാനങ്ങളിൽ KPSC പബ്ലിക് സർവീസ് കമ്മീഷന്റെ ജില്ലാ ഓഫീസുകളിൽ വെച്ചിട്ടായിരിക്കും ഇന്റർവ്യൂ നടക്കുക. അപ്പൊ അതെവിടെയാണ്, എങ്ങനെയാണ്, ഏത് ബസ്സിനാണ് കയറേണ്ടത്, എത്ര സമയത്താണ് അവിടെ ഇന്റർവ്യൂ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് ധാരണയുണ്ട്. അങ്ങനെ വളരെ കൃത്യമായിട്ട് നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കി അതിൽ ഫോൺ നമ്പർ ഉണ്ടാവും. അതിൽ വിളിച്ചാൽ നമുക്ക് എവിടെയാണ്, കളക്ടറേറ്റിലായിരിക്കും മിക്കവാറും നിങ്ങളുടെ ഓഫീസ്. അതെവിടെയാണ്, ഏത് നിലയിലാണെന്നൊക്കെ മുൻകൂട്ടി അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. രാവിലെ ചിലപ്പോൾ ബുദ്ധിമുട്ടി നിങ്ങൾ കണ്ടുപിടിക്കാൻ, ആകപ്പാടെ ബന്ധപ്പാടെല്ലാം ഒഴിവാക്കാൻ അത് നല്ലതായിരിക്കും. വീട്ടിൽ നിന്ന് നിങ്ങൾ തലേ ദിവസമെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നേരത്തെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അതിരാവിലെ എഴുന്നേറ്റ് നമുക്ക് എപ്പോഴാണോ ഇന്റർവ്യൂ, 10 മണിക്കാണ് ഇന്റർവ്യൂ എങ്കിൽ നിങ്ങൾ ഒരു 8:30-ക്കെങ്കിലും ഒരു 9 മണിക്കെങ്കിലും അവിടെ എത്തിയിരിക്കണം. ഓടി പിടിച്ച് കതച്ച് എത്താനുള്ള ഉണ്ടാവരുത്. എല്ലാം ഭദ്രമാണ് എന്ന് തലേ ദിവസം നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്, അല്ലെ? നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രം ധരിക്കണം. നിങ്ങൾക്ക് ഏറ്റവും സേഫ് ആയിട്ട് ഈ വസ്ത്രം എന്ന് പറയുന്നത് വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്ത്രധാരണം നല്ലതാണ് ഇന്റർവ്യൂവിന്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മിക്കവാറും കോളേജ് പ്രൊഫസർമാരും അതേപോലെ തന്നെ ഒരു 10-50 വയസ്സിന് പ്രായമുള്ള ആളുകളായിരിക്കും ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വരിക. ഏത് ഡയറ്റ് പ്രിൻസിപ്പൽമാരായിരിക്കും, അല്ലെങ്കിൽ മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിരിക്കും. അങ്ങനെ മിക്കവാറും അത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒരു എബവ് 50 ആയിരിക്കും. അപ്പൊ അവര് നമ്മുടെ ഒരു അധ്യാപിക, മലയാളം അധ്യാപിക എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു സങ്കല്പം ഉണ്ടാകും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു വസ്ത്രധാരണം, അത് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, അതിനനുസരിച്ചിട്ടുള്ള ഒരു വസ്ത്രധാരണം നമുക്ക് അനുയോജ്യമാണ്. ഒരു മലയാളം ടീച്ചർ ഇങ്ങനെയാണോ ക്ലാസ്സിൽ പോവുക എന്ന് പറയാത്ത രീതിയിലുള്ള, നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് നിങ്ങൾ ധരിക്കേണ്ടത്. അങ്ങനെ അത് വല്ലാത്തൊരു ആത്മവിശ്വാസം നമുക്ക് തരും, അല്ലെ?
ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ ഏറ്റവും നല്ല യോജിച്ച വസ്ത്രം നിങ്ങൾ ധരിക്കുന്നു, അല്ലെ? അങ്ങനെ നിങ്ങൾ നേരത്തെ തന്നെ 10 മണിക്കാണ് ഇന്റർവ്യൂ എങ്കിൽ 9 മണിക്ക് തന്നെ നിങ്ങൾ എത്തി, നിങ്ങൾക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ടാകും. അവിടെ നിങ്ങൾ ഇരുന്ന് നിങ്ങളുടെ ഊഴത്തിന് കാത്തിരിക്കുകയാണ്, അല്ലെ? ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ നിങ്ങളെ സ്വീകരിച്ച് അവിടെ ഇരുത്തും, അല്ലെ? ഒരു ഗുഡ് മോർണിംഗ്, അവർക്കും നമ്മൾ ഒരു ഗുഡ് മോർണിംഗ് എല്ലാം പറഞ്ഞ് വളരെ പ്ലസന്റ് ആയിട്ട് വളരെ ചിരിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാറ്റിനെയും ആ ദിവസം നേടേണ്ടതുണ്ട്. അത് നിങ്ങളുടെ ഇന്റർവ്യൂവിൽ പ്രതിഫലിക്കും, നിങ്ങളുടെ ആ പ്രകടനം എല്ലാം. അപ്പൊ അവര് നിങ്ങൾക്ക് ഒരു ഫോം തരും, അത് ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞാല് അതിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ബയോഡാറ്റ കംപ്ലീറ്റ് ഉണ്ടാവും. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങള്, നിങ്ങളുടെ മാർക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അത് ബയോഡാറ്റ ഫില്ല് ചെയ്യുന്ന എപ്രകാരമാണ് എന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തും. അപ്പൊ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടുത്തും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്ക വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു, നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പൊ അതിൽ ഹോബി എന്നൊരു കോളം ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. സ്വാഭാവികമായും അതിലൊരു കോളം ഉണ്ട്, ഹോബി എന്നൊരു കോളം ഉണ്ട്. ആ കോളം നിങ്ങൾ പൂരിപ്പിക്കുമ്പോൾ ഒരു ജാഗ്രത പുലർത്തേണ്ടതാണ്. കാരണം തത്സമയം എന്തെങ്കിലും എഴുതി വെക്കാൻ ഇടവരരുത്. നമ്മൾ പോകും മുമ്പ് തന്നെ നമ്മുടെ ഹോബി എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. മലയാളം അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് വായന എഴുതാം. വായന എഴുതുമ്പോൾ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, കുഴപ്പമല്ല, വായന എഴുതുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് നല്ല ഒരു അറിവുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ നോവലുകൾ മാത്രമല്ല സമീപകാലത്തുള്ള കൃതികളെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ വായനയെ ചൂണ്ടിയിട്ട് അവർ ചോദിക്കും, ടീച്ചർ അടുത്ത കാലത്ത് വായിച്ച ഒരു നോവൽ ഏതാണ്, ഒരു കവിത ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പഴയകാല കൃതികൾ പറയരുത്. നമ്മൾ ആധുനികം ഏറ്റവും പുതിയ റാം കെയർ ഓഫ് ആനന്ദി പോലുള്ള നോവലുകൾ, അതേപോലെ തന്നെ പിന്നെ തപോമയുടെ അച്ഛൻ, ഈ അടുത്ത കാലത്ത് അവാർഡ് കിട്ടിയിട്ടുള്ള തപോമയുടെ അച്ഛൻ, ഈ സന്തോഷ് കുമാറിന്റെ നോവൽ, അതേപോലെ തന്നെ മീശ മാതൃഭൂമിയുടെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസിദ്ധീകരണം നിലച്ചുപോയ പിന്നെ മീശ പോലുള്ള നോവലുകൾ, സുഗന്ധി ആണ്ടാൾ എന്ന ദേവനായിക, ഉഷ്ണരാശി, അതുപോലുള്ള ഏറ്റവും സമീപകാലത്തുള്ള കൃതികൾ ഒന്ന് വായിച്ച്, 1-2 കൃതികൾ നമുക്ക് ഇഷ്ടത്തിന് പറയാം. ടീച്ചർ വായിച്ച കൃതി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം. അതിലെ കഥയോ കഥാപാത്രങ്ങളെയോ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം. അപ്പൊ വായന എന്ന് പറയുമ്പോൾ അത് ഏറ്റവും നന്നായിട്ട് ഏറ്റവും പുതിയ പുസ്തകങ്ങൾ, നമ്മൾ പഴയ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, പുതിയ പുസ്തകങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. കാരണം അത് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണല്ലോ, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് ഉണ്ടാക്കി വെക്കണം. അപ്പൊ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ പാചകം എഴുതുന്നത് കുഴപ്പമൊന്നുമില്ല, പാചകത്തിൽ നിങ്ങൾ അറിവുള്ളവരാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ചെടി ഒക്കെ വെച്ച് പിടിപ്പിക്കുന്ന അതേക്കുറിച്ച് എഴുതാം. എന്തായാലും സ്റ്റാമ്പ് കളക്ഷൻ, എന്താണ് നിങ്ങൾക്ക് കോൺഫിഡന്റ്, അതേ സംബന്ധിച്ച് ചോദിച്ചാൽ 2 വാചകം പറയാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയമായിട്ട് നിങ്ങൾ ഹോബി ആയിട്ട് എഴുതുന്നത് നല്ലതായിരിക്കും. ആ രീതിയിൽ നിങ്ങൾ ഫോം എല്ലാം കൃത്യമായി പൂരിപ്പിച്ച് വെച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഏതാണ്ട് നിങ്ങൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ആ പ്രവൃത്തികളെല്ലാം പൂർത്തിയാവുകയാണ്. അപ്പോഴേക്കും ഏതാണ്ട് ഇന്റർവ്യൂ ബോർഡിലുള്ള ഉദ്യോഗസ്ഥന്മാർ വന്നു തുടങ്ങും. അവിടെ ഇന്റർവ്യൂ ബോർഡിന്റെ ആളുകൾ അവിടെ എത്തിച്ചേർന്നിരിക്കും. അപ്പോൾ ഒന്നായി നിങ്ങൾ ഓരോരുത്തരായിട്ട് അവർ വിളിക്കും. അതിനുള്ള ഊഴം കാത്തിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഊഴം കാത്ത് നമ്മൾ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പേര് വിളിച്ചു. നമ്മൾ പതുക്കെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിലുണ്ട്. നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് ആണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് ഒരു മറ്റ് ചിന്തകൾ, അല്ലലും അലട്ടലും ഒന്നും മനസ്സിലുണ്ടാവരുത്. അർജുനൻ ദ്രോണാചാര്യോട് പറഞ്ഞതുപോലെ, ഞാൻ പക്ഷിയുടെ കഴുത്ത് മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞതുപോലെ, നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിലെ ചോദ്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. മറ്റ് ചിന്തകളൊന്നും അലട്ടരുത്. എന്താവും, എനിക്ക് കിട്ടുമോ മാർക്ക്? കാരണം എന്താ വെച്ചാല് 20 മാർക്കാണ്. മിക്കവാറും എഴുത്തു പരീക്ഷയിൽ ഒരു തുല്യ മാർക്കുള്ള ആളുകളായിരിക്കും. അപ്പൊ ഇന്റർവ്യൂവിന്റെ മാർക്ക് വേണം നമ്മുടെ റാങ്ക് തീരുമാനിക്കാൻ. 10-15 മിനിറ്റ് നടക്കുന്ന ഇന്റർവ്യൂവിലാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് പ്രധാനമായിട്ട്. അപ്പൊ 15-20 മാർക്കില് 20 നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. അറ്റൻഡ് ചെയ്താൽ നമുക്ക് 10 മാർക്ക് കിട്ടും. പക്ഷെ അത് പോരല്ലോ, നമുക്കൊരു 15, 16, 17, 18 മാർക്ക് വരെ കിട്ടും. നിങ്ങൾ എത്രമാത്രം നന്നായി പെർഫോം ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് 18, 17, 18 മാർക്ക് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു ഏവറേജ് പെർഫോമൻസ് ആണെങ്കിൽ തന്നെ നമുക്ക് 15 മാർക്ക് കിട്ടും. പക്ഷെ അത് പോരാ, ഏവറേജ് പോരാ, നമുക്ക് നന്നായി മാർക്ക് വാങ്ങണം. കാരണം ഇതാണ് നമ്മുടെ റാങ്കിനെ മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഈ മാർക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഗതിയെ മാറ്റിമറിക്കും. കാരണം ആദ്യത്തെ വിളിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ജോലി കിട്ടിയേക്കണം എന്നുള്ളതാണ്.
അല്ലെ? ആദ്യം നമ്മുടെ ആശങ്ക എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ പരീക്ഷ എഴുതുന്നു, ഞാൻ ഷോർട്ട് ലിസ്റ്റ് വരുമോ എന്നുള്ളതാണ്. ആ ഷോർട്ട് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞു, നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടേതായ കുഴപ്പം കൊണ്ടൊരു കുഴപ്പം പറ്റരുത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഏറ്റവും നന്നായി, എന്നാൽ അമിതമായി ഒരു അമിതമായിട്ട് ഒരു പ്രകടനം അരുത് അല്ലെ? അകപ്പാടെ അങ്ങനെ വേണ്ട. നിങ്ങളൊരു മോഡറേറ്റ് ആയിട്ട് വളരെ കൃത്യമായിട്ട് അവര് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അങ്ങോട്ട് കയറി നമ്മൾ പറയാനൊന്നും പോവേണ്ട. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ നമ്മള് മുറിയിലേക്ക് കടക്കുകയാണ്. മുറിയിലേക്ക് കടന്നപ്പോ നമ്മള് എല്ലാവർക്കും നമസ്കാരം പറയണം. ഗുഡ് മോർണിംഗ് പറഞ്ഞ മലയാളം ടീച്ചർ ആയതുകൊണ്ട് നമസ്കാരം തന്നെ പറയണമെന്നില്ല, ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. ഗുഡ് മോർണിംഗ്. അപ്പൊ അവര് തിരിച്ചു പറയും. അതൊക്കെ വളരെ നല്ല ഒരു പ്ലീസിങ് ആയിട്ട് വേണം പറയാൻ. ആ ഗുഡ് മോർണിംഗ് ഒക്കെ നിങ്ങൾ പറഞ്ഞു. ചാടി കയറി ഇരിക്കണ്ട, അവരിയ്ക്കാൻ പറയും. അതല്ലേ അതിന്റെ ഒരു രീതി, അല്ലെ? അപ്പൊ അവര് ടീച്ചർ ഇരിക്കൂ എന്ന് പറയും, അല്ലെങ്കിൽ മാഷ് ഇരിക്കൂ എന്ന് പറയുമ്പോ നമ്മൾ ഇരുന്ന്, അപ്പൊ അവര് സർട്ടിഫിക്കറ്റ്, ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. മാത്രവുമല്ല നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് കൊടുത്ത ബയോഡാറ്റ അവരുടെ കയ്യിലുണ്ട്. മിക്കവാറും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഒന്നുകിൽ 4 പേരുണ്ടാകും നിങ്ങളുടെ മുമ്പാകെ, അല്ലെ? അവര് നമ്മളുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കാണ് തയ്യാറായിരിക്കുന്നത്. അല്ലാണ്ട് ഉത്തരം പറഞ്ഞിട്ട് ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ നിൽക്കുന്നവരല്ല അവര് നമ്മളുടെ ഏറ്റവും അടുത്ത ആളുകളാണെന്ന് മനസ്സിൽ കാണണം. അപ്പൊ അത് PSC യിൽ നിന്നൊരാളുണ്ടാകും, അല്ലെ? PSC യിൽ നിന്നൊരാളുണ്ടാകും. പിന്നെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ആരെങ്കിലും ഉണ്ടാകും, അല്ലെ? DD അല്ലെങ്കിൽ DO, അതെങ്കിൽ ഏതെങ്കിലും ഡയറ്റിന്റെ ഏതെങ്കിലും പ്രിൻസിപ്പൽമാര്, വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, ഇവരൊക്കെ ആരെങ്കിലും ഒരാളുണ്ടാകും. മറ്റ് PSC യിൽ ചിലപ്പോൾ 2 പേരുണ്ടായേക്കാം. അപ്പൊ അത്തരത്തിലുണ്ടാകും. അധ്യാപകരുടെ വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാകാം. പിന്നെ ചിലപ്പോഴും സബ്ജക്ട് എക്സ്പെർട്ട് ആയിട്ട്, ഇപ്പൊ മലയാളം ഇന്റർവ്യൂ ആണല്ലോ നടക്കുന്നത്, അപ്പൊ മലയാളത്തിന്റെ ഒരു സാർ ഉണ്ടാകും. അതും അത് ഏതെങ്കിലും HOD ഒക്കെ ആയിരിക്കും, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഒക്കെ ആയിരിക്കും, അല്ലെ? നല്ല പ്രഗത്ഭനായ ഒരു അധ്യാപകനായിരിക്കും. കാരണം അദ്ദേഹം നിരവധി കാലം മലയാളം പഠിപ്പിച്ച് അതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള സാറായിരിക്കും എന്നൊരു ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒന്നുകിൽ 3 പേർ അല്ലെങ്കിൽ 4 പേർ, അതാണ് ഇന്റർവ്യൂ ബോർഡ് എന്ന് പറയുന്നത്. അതിൽ ആ ഇന്റർവ്യൂ ബോർഡിന് ഒരു ഹെഡ് ഉണ്ടാകും, അതിന്റെ ചെയർമാൻ ചിലപ്പോൾ PSC യിൽ നിന്നുള്ള ആളായിരിക്കും. അദ്ദേഹവും ഇതേക്കുറിച്ച് നല്ല ധാരണയെല്ലാമുള്ള ആളാണ്, അല്ലെ? അപ്പൊ നിങ്ങളോട് പറയും, അപ്പൊ നിങ്ങളെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താൻ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങളോട് ആവശ്യപ്പെടും. എന്തെല്ലാമാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവുക? അപ്പൊ നിങ്ങളുടെ പേര് പറയും, അല്ലെ? നിന്റെ പേര് ഇന്നതാവുന്നു, ഞാൻ എന്റെ അച്ഛൻ അമ്മ അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങള് എവിടെ, അപ്പൊ സ്ഥലം പറയണം നമ്മൾ. അത് വളരെ ജാഗ്രത വേണ്ടതുണ്ട്. നമ്മുടെ സ്ഥലം, എന്റെ വീടിങ്ങനെ കോഴിക്കോടാണ്, അല്ലെ വീടിന്റെ ആലപ്പുഴയാണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെ തിരുവനന്തപുരത്താണ് എന്ന് പറയുമ്പോ ആ സ്ഥലവും കൂടി നമ്മൾ പറയും. ഇപ്പൊ കോഴിക്കോടാണെങ്കിൽ ഞാനിങ്ങനെ കോഴിക്കോട് കൊയിലാണ്ടിയാണ്, അല്ലെങ്കിൽ പയ്യോളിയാണ്, വടകരയാണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെ മലപ്പുറത്താണ്, കോട്ടക്കലാണ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അങ്ങനെ പറയുമ്പോൾ അവിടെ അവർക്കൊരു ചോദ്യത്തിന്റെ ഒരു ചോദ്യം ഇട്ടു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പയ്യോളിയിൽ നിന്നാണ് എന്ന് വരും പറയുമ്പോ, അപ്പൊ അവിടെ ഉള്ള എഴുത്തുകാരെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. അവിടെ ഇന്നൊരാളുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായും ചോദ്യം വരാം, ടീച്ചറുടെ വീട് പയ്യോളിയാണ്, പയ്യോളിയിൽ ഒരു എഴുത്തുകാരനുണ്ടല്ലോ, അദ്ദേഹം വയലാർ അവാർഡൊക്കെ കിട്ടിയ ആളാണല്ലോ, അല്ലെ? കോഴിക്കോടാണെങ്കിൽ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ ഒരാളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ SK പൊറ്റക്കാടിന്റെ പേരൊക്കെ നമുക്ക് പറയാൻ കഴിയണ്ടേ? അപ്പൊ അത്തരത്തിലൊരു ധാരണ നമുക്ക് രൂപം, നമ്മുടെ ജില്ലയെക്കുറിച്ച്, നമ്മുടെ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ സാഹിത്യകാരന്മാർ മാത്രമാവണമെന്നില്ല. അവിടെയുള്ള ചരിത്ര സ്മാരകങ്ങളെ കുറിച്ച്, കോട്ടക്കലാണെങ്കിൽ കോട്ടക്കൽ കുഞ്ഞാലിമരക്കാർ സ്മാരകമുണ്ട്, അല്ലെ? കോഴിക്കോടാണെങ്കിൽ കാപ്പാട്, അല്ലെ? വാസ്കോഡി ഗാമയെ കുറിച്ചുള്ള ഒരു അറിവ്. നിങ്ങൾ മലയാളമല്ലേ ചോദിക്കൂ എന്നൊന്നും വിചാരിക്കേണ്ട. ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളിൽ ഒരു പക്ഷെ അത് വന്നേക്കാം. അതുകൊണ്ട് കൃത്യമായ ഒരു ധാരണ നമ്മുടെ ജില്ലയെ കുറിച്ച് നമുക്ക് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നമ്മൾ ജോലിക്ക് ചെല്ലാൻ പോകുന്ന ജില്ലയുണ്ടല്ലോ. ഞാൻ കോഴിക്കോട് ജില്ലയാണെങ്കിൽ മലപ്പുറം ജില്ലയിലായിരിക്കും അപേക്ഷിച്ചിട്ടുണ്ടാവുക. അപ്പൊ മലപ്പുറം ജില്ലയെ കുറിച്ചും ഒരു ധാരണ ഉണ്ടാക്കണം, അല്ലെ? ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ്, പക്ഷെ ഞാൻ അപേക്ഷിച്ചത് മലപ്പുറം ജില്ലയിലായിരുന്നു, മലപ്പുറം കലക്ടറേറ്റിലായിരുന്നു എന്റെ ഇന്റർവ്യൂ. എന്നോട് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ, മലപ്പുറത്തെ വിദ്യാഭ്യാസ ജില്ലയുണ്ട് എന്നാണ്. എന്നോട് ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പൊ മലപ്പുറം ഇത്ര വിദ്യാഭ്യാസ ജില്ലയുണ്ട് എന്ന് ചോദിച്ചു, അല്ലെ? സത്യത്തിൽ ഞാനൊന്ന് പരിങ്ങുകയും പെട്ടെന്ന് എനിക്ക് 3 വിദ്യാഭ്യാസ ജില്ല എന്ന് പറയാൻ തോന്നുകയും ഞാനങ്ങ് പറയുകയും ചെയ്തു. അത് ശരിയാവുകയാണ്. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചൊരു ചോദ്യമല്ല.
PSC മലയാളം ഭാഷയുടെ ചോദ്യം കാത്താണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോഴാണ് ജില്ലയെ കുറിച്ച് ചോദിക്കുന്നത്, എത്ര വിദ്യാഭ്യാസ ജില്ലയുണ്ട് എന്നുള്ളത്. അപ്പൊ ആ രീതിയിലുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജില്ലയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, അതോടൊപ്പം തന്നെ നമ്മൾ ചെല്ലുന്ന ജില്ലയെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം നമുക്ക് ധാരണ ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകളെ കുറിച്ചും പറയാം. സർ ഞാൻ BA പഠിച്ചിട്ടുണ്ട്, BA പഠിച്ച് ഇന്ന കോളേജിലാണ്, പിന്നെ PG കംപ്ലീറ്റ് ചെയ്തത് ഇന്ന കോളേജിൽ നിന്നാണ്, B.Ed ഇന്ന സ്ഥലത്ത് നിന്നായിരുന്നു. അപ്പൊ സാറന്മാര് മിക്കവാറും അവിടെയുള്ള അധ്യാപകരെ കുറിച്ചൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്, അപ്പോ ക്രിസ്ത്യൻ കോളേജിൽ ഗോപാലകൃഷ്ണൻ സാർ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്താണോ ആ സാർ ഉണ്ടായിരുന്നത്? അങ്ങനെ അവരെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പഠനകാലത്തിലേക്ക് നിങ്ങളുടെ കോളേജിനെ കുറിച്ച് ഒക്കെ ചോദ്യം വരാം. കാരണം ചാട്ടുള്ളി പോലെ ചോദ്യങ്ങൾ വരും, എവിടെ നിന്നാണ് നമുക്ക് പ്രതീക്ഷയില്ല. അപ്പൊ അതേക്കുറിച്ച് നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ച് നിങ്ങൾക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം ഞാൻ ഇങ്ങനെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു സർ, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു ഞാൻ, അങ്ങനെ പറയാം. അതിലേക്കൊക്കെ ചോദ്യങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ മറ്റു മേഖലകളിൽ നിങ്ങൾ പ്രാവീണ്യമുള്ളവരായിരിക്കും. ഏതാ മറ്റു മേഖലകൾ എന്ന് പറയുന്നത്? നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു കവിത മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് പറയാം, അല്ലെ? അത് പബ്ലിക്കേഷൻ വിഭാഗവുമായി ബന്ധപ്പെട്ട് പറയാം. അല്ലെങ്കിൽ നിങ്ങളൊരു കഥ നിങ്ങൾക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാകും, ഏതെങ്കിലും പിന്നെ പത്രത്തിലോ മാഗസിനിലോ ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ പിന്നെ ഏതെങ്കിലും മാഗസിന്റെ എഡിറ്റർ ആയിട്ടുണ്ടാകാം, അക്കാര്യം പറയാം, ഇങ്ങനെ ഞാൻ ജോലി ചെയ്തിട്ട്. അപ്പൊ അവര് ചോദ്യത്തിലേക്ക് നമ്മളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, അല്ലെ? അതേപോലെ തന്നെ നിങ്ങൾ കുച്ചിപ്പുടി ഡാൻസ് ചെയ്യുന്ന ആളുകൾ, അതിൽ സംസ്ഥാനത്തിൽ നിങ്ങൾക്ക് കോളേജിൽ പഠിക്കുമ്പോൾ പിന്നെ കലോത്സവത്തിൽ 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് സൂചിപ്പിക്കാവുന്നതാണ്. നിങ്ങൾ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ പറയാം, നിങ്ങൾ കവിത പ്രസിദ്ധീകരിച്ചിട്ട് മറ്റേ ആഴ്ചപ്പതിപ്പിൽ കവിത പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ പറയാം. അതേപോലെ തന്നെ നിങ്ങൾ നാടകത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ പറയുള്ളൂ, അല്ലെ? അപ്പൊ അതേ സംബന്ധിച്ച് ഉള്ള ഒരു വ്യക്തമായ രൂപം, നമ്മൾ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എവിടെയും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്ന കാര്യവും വേണമെങ്കിൽ പറയാം. അത് നിങ്ങളുടെ വ്യക്തി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അങ്ങനെ നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തി കഴിഞ്ഞു, അതോടുകൂടി ഇന്റർവ്യൂവിന്റെ ഒരു ഘട്ടം പൂർത്തിയാവുകയാണ്. നിങ്ങളെ പരിചയപ്പെടുത്തിയോടുകൂടി ഇന്റർവ്യൂവിന്റെ ഒരു ഘട്ടം പൂർത്തിയാവുകയാണ്. അടുത്ത ഘട്ടത്തിൽ നിന്ന് ഓരോരുത്തരായി ചോദ്യം ചോദിച്ചു തുടങ്ങുകയാണ്, അല്ലെ? ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് പൊതുവായ ചോദ്യങ്ങളിലേക്കാണ്. എന്തെല്ലാമാണ് പൊതുവായ ചോദ്യങ്ങൾ? അപ്പൊ മിക്കവാറും നമ്മള് സബ്ജക്റ്റിന്റെ ആള് മിക്കവാറും അവസാനം ചോദിക്കാനാണ് സാധ്യത. അപ്പൊ ആദ്യം PSCയിൽ നിന്നുള്ള ആള് ആണ് ചോദ്യമെങ്കിൽ ഒരു പക്ഷെ എന്താണ് ടീച്ചർ എങ്ങനെ അധ്യാപക ആകാനുള്ള ഒരു പിന്നെ താല്പര്യം എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ടീച്ചർ ആകാനുള്ള തീരുമാനം എന്താണ്, ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുമ്പോ നിങ്ങൾ നിങ്ങളുടേതായ കാര്യം പറയണം, അല്ലെ? ഞാൻ മറ്റൊരു ജോലി ഇല്ലാത്തത് കൊണ്ട് അധ്യാപികയാകാൻ വന്നതാണ് എന്നല്ല, ഇത് കിട്ടാൻ എളുപ്പമാണ് എന്ന രീതിയിലൊന്നും നിങ്ങൾ പറയില്ല എന്ന് ഉറപ്പാണ്, അല്ലെ? അധ്യാപിക എന്നുള്ള നിലയിൽ എനിക്ക് വളരെ താല്പര്യമാണ്, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഇങ്ങനെ അധ്യാപിക ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അമ്മ അധ്യാപികയാണ്, അല്ലെങ്കിൽ എന്റെ ടീച്ചർ പഠിപ്പിക്കുന്നത് കണ്ടിട്ടാണ് എനിക്ക് അധ്യാപികയാകാൻ മോഹം ഉണ്ടായത്. ആ രീതിയിൽ അങ്ങനെ പറയണമെന്നില്ല, ആ രീതിയിലുള്ള ഉത്തരമായിരിക്കാം മിക്കവാറും അവരെന്ത് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അംബീഷൻ ആണ് ടീച്ചർ ആവുക എന്നുള്ളത്, നിങ്ങളുടെ അംബീഷൻ ആയിരുന്നു, നിങ്ങൾ അത് കൃത്യമായി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ഉത്തരത്തിനും ഒരു തെളിച്ചം ഉണ്ടാകും എന്നുള്ള കാര്യം ശരിയാണ്. പിന്നീട് പൊതുവായ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ക്ലാസ് തരുന്നുണ്ട്. പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ന നിലയിൽ നമ്മൾ ക്ലാസ് തരുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് പിന്നെ വിവിധ ഏജൻസികൾ ഉണ്ടല്ലോ, അതേക്കുറിച്ച് ജനറലായിട്ട് ചോദിക്കാം. എന്നോട് വിദ്യാഭ്യാസ ജില്ല ചോദിച്ചതുപോലെ വിദ്യാഭ്യാസ രംഗത്തുള്ള വിവിധ ഏജൻസികളുണ്ട്. പിന്നെ NCERT ഉണ്ട്, SCERT, അതുപോലുള്ള ഇതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണമല്ലോ. സമഗ്ര എന്ന് പറയുന്ന പോർട്ടലിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ SRG, DRG തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അതിൽ നമ്മൾ ക്ലാസ് തരും. അപ്പൊ അതേക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പരിശീലനങ്ങൾ, അധ്യാപകർക്കുള്ള പരിശീലനങ്ങൾ, ക്ലസ്റ്റർ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം. അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ സർവശിക്ഷാ അഭിയാൻ, അല്ലെ? അതേപോലെ RMS അതുപോലുള്ള ഏജൻസികളെ കുറിച്ച്, അല്ലെ? ഏറ്റവും സമീപകാലത്ത് ചർച്ചാ വിഷയമായിട്ടുള്ള പിന്നെ PM ശ്രീ പദ്ധതിയെ കുറിച്ച്, ഇതെല്ലാം എന്താണ്, വിശദമായിട്ടൊന്നും വേണ്ട, എന്താണ് എന്നുള്ളത് ഒരു ധാരണ നമുക്ക് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. കാരണം അത് വളരെ ബേണിംഗ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഇപ്പോഴല്ലേ. അതിൽ ഒപ്പുവെക്കുന്നത് സംബന്ധിച്ച് ചില ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
നമുക്കറിയാം കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസത്തിന്റെ സമുന്നതിക്ക് വേണ്ടിയിട്ട് പല പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 10-60 പരിപാടികൾ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശാസ്ത്രം, സാഹിത്യം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ നടത്തി വരുന്നുണ്ട്. അതേക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോ മലയാളത്തിലടക്കം ഹലോ ഇംഗ്ലീഷ്, സുരീലി ഹിന്ദി തുടങ്ങിയ ഒരുപാട് പരിപാടികൾ നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ അതേക്കുറിച്ചൊരു ധാരണ ഉണ്ടാകണം. കാരണം ഈ 15 മിനിറ്റ് അല്ലേ ഞാനിതെല്ലാം പഠിക്കണോ എന്ന് പറയേണ്ടതില്ല. ഈ 15 മിനിറ്റ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന 15 മിനിറ്റ് ആണ്, അല്ലെങ്കിൽ 20 മിനിറ്റ് ആണ്. എന്തായാലും 5, 10, 15 ഈ സമയത്ത് ആയുള്ള ചോദ്യങ്ങളായിരിക്കും. അതേപോലെ വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന പ്രവർത്തനത്തെ കുറിച്ച് ഏതാണ്ടൊരു ധാരണ നമുക്ക് ചോദിച്ചാൽ രണ്ടുത്തരം പറയാവുന്ന രീതിയിൽ വകുപ്പ് നടത്തുന്ന പരിപാടികളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ പണ്ഡിതൻ വിചക്ഷണൻ അതിലുണ്ട്. അദ്ദേഹം കുട്ടികളെ ാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പൊ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ആ ഭാഗത്ത് വരാനായിട്ട് സാധ്യതയുണ്ട്. അതേക്കുറിച്ച് നമ്മുടെ BEdന്റെ ബുക്കിൽ എടുത്തു വെച്ചിട്ട് നമ്മൾ അതെല്ലാം ഒന്ന് നോക്കി വെക്കണം. ചില ചോദ്യങ്ങൾ ഇപ്പൊ നോം ചോംസ്കിയെ കുറിച്ചൊക്കെ ചോദിച്ചാലോ, ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവായിരിക്കുന്ന ആരാണ്? നമ്മുടെ ഭാഷാ പഠനമാണല്ലോ നമ്മുടേത്. അപ്പൊ അത് സംബന്ധിച്ച് ഒരു ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ശരിക്കും ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള നോം ചോംസ്കിയെ കുറിച്ചും അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹമാണല്ലോ ഭാഷ പഠിക്കാനായിട്ട് അതുവരെ ഉണ്ടായിരുന്ന ഭാഷാ പഠനത്തിൽ അതുവരെ ഉണ്ടായിരിക്കുന്ന സിദ്ധാന്തങ്ങളെ മുഴുവൻ തിരുത്തിക്കൊണ്ട് ഭാഷ ജന്മസിദ്ധമായ ഒരു കഴിവാണ് എന്ന് പറഞ്ഞത് ഒരു നിർണായകമായ ഒരു കണ്ടുപിടുത്തമായിരുന്നു അദ്ദേഹത്തിന്റെ. മസ്തിഷ്കത്തിൽ ഭാഷ പഠിക്കാനായിട്ട് പ്രത്യേകമായ ഡിവൈസ് ഉണ്ട് എന്നും അതിനെ ലാഡ് എന്ന് അദ്ദേഹം വിളിച്ചതുമെല്ലാമായിട്ടുള്ള ഒരുപാട് നിരീക്ഷണങ്ങളുണ്ട് ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അതേക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്കുണ്ടോ എന്നുള്ള മനഃശാസ്ത്രപരമായ ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മൾ വിജിലന്റ് ആയിരിക്കേണ്ടതുണ്ട്. നോം ചോംസ്കിയെ കുറിച്ച്, വൈഗോട്സ്കിയെ കുറിച്ച് ചോദ്യം മിക്കവാറും ഉണ്ടാകും. കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതിയെ ഏറ്റവും കൂടുതൽ ഭാഷാ പഠനത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു പണ്ഡിതനാണല്ലോ ആര്? വൈഗോട്സ്കിയുടെ സിദ്ധാന്തങ്ങൾ, നമ്മുടെ ഈ കൈത്താങ് എന്ന് പറയുന്ന സിദ്ധാന്തമൊക്കെ ഇന്ന് കേരളത്തിലെ പാഠ്യപദ്ധതി ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. കുട്ടികളെ ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് നിങ്ങൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളെ 3-4 ഗ്രൂപ്പാക്കി തിരിക്കുന്നു. ഗ്രൂപ്പിന് ചർച്ച നടക്കുന്നു, ആ ചർച്ചയുടെ ക്രോഡീകരണം നടക്കുന്നു. അതെല്ലാം വൈഗോട്സ്കിയുടെ പഠനവുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ സംഘപഠനം, സഹവർത്തിത്വ പഠനം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ നിന്നുള്ള ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കണ്ടേ മനഃശാസ്ത്ര ഭാഗത്ത് നിന്ന്? തീർച്ചയായും. അതേപോലെ തന്നെ ആൽബർട്ട് ബന്ദൂരിയെ കുറിച്ചും എന്ന് പറഞ്ഞാൽ മലയാള ഭാഷാ പഠനത്തില് ഇന്ന് വന്നിട്ടുള്ള പുതിയ ചിന്തകൾ, ധാരകൾ മിക്കവാറും ടീച്ചറും അല്ലെങ്കിൽ ആ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന സാറന്മാരൊക്കെ ആശയ അവതരണ രീതി പഠിച്ചു വന്നവരായിരിക്കും. അവർ ചോദിക്കും, ആശയാവതരണ രീതി ആയിരുന്നല്ലോ നേരത്തെ ഉണ്ടായിരുന്നത്, അതിന് പകരം ഇന്ന് ഏത് രീതിയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അക്ഷരാവതരണ രീതിയാണ് എന്ന് പറയണം. അക്ഷരാവതരണ രീതിയെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. എന്താണ് അക്ഷരാവതരണ രീതിയുടെ ഘട്ടങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഏതെല്ലാമാണ്? ആശയാവതരണ രീതിയുടെ ഘട്ടങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞത് അക്ഷരാവതരണ രീതിയാണ് എന്ന് പറഞ്ഞാൽ ആദ്യം അക്ഷരം പഠിപ്പിക്കുന്നു, പദം പഠിപ്പിക്കുന്നു, വാക്യം പഠിപ്പിക്കുന്നു, ആശയത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ആ രീതിയല്ല എന്ന് നമുക്കറിയാം. ഇന്നെന്താണ്? ഇന്ന് ആദ്യം ആശയം പറയുന്നു, വാക്യം രൂപപ്പെടുത്തുന്നു, വാക്കുകൾ രൂപപ്പെടുത്തുന്നു, അക്ഷരത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിൽ ഇന്ന് താഴ്ന്ന ക്ലാസ്സുകളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള രീതി വന്നിട്ടുണ്ട്. മിക്കവാറും ചോദിക്കാൻ സാധ്യതയുണ്ട്. 1-2 ക്ലാസ്സുകളിൽ ഇന്ന് ഉദ്ഗ്രഥന രീതിയാണല്ലോ ടീച്ചർ ആ ക്ലാസ്സിലേക്കാണല്ലോ പോകുന്നത്, 1-2 ക്ലാസ്സുകളിലേക്കാണല്ലോ പോകുന്നത്. ടീച്ചർ കേട്ടിട്ടുണ്ടോ എന്താണ് ഉദ്ഗ്രഥന രീതി എന്ന് ചോദിച്ചാൽ അതേക്കുറിച്ച് പറയണം. എന്താണ് ഉദ്ഗ്രഥന രീതി എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും ഒരു ആശയത്തിൽ ഊന്നിയിട്ട് വിവിധ വിഷയങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന പഠന സമ്പ്രദായത്തെയാണല്ലോ നമ്മൾ ഉദ്ഗ്രഥന രീതി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് മനഃശാസ്ത്ര വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് വിവിധ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ചോദിക്കാം? പൊതുവായ ചോദ്യങ്ങളിൽ നിന്ന് മറ്റെന്ത് പ്രതീക്ഷിക്കാം? ഈ നിലവിലുള്ള പാഠ്യപദ്ധതിയെ കുറിച്ചും അതിന്റെ രീതികളെ കുറിച്ചും നമുക്ക് ചോദിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളില് അതേപോലെ തന്നെ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിവരുന്ന വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമില്ലേ? ആ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തെ കുറിച്ച് ചോദിക്കാം. അതില്
നടപ്പിലാക്കി വരുന്ന പരിപാടികളെ കുറിച്ച് ചോദിക്കാം. അത്തരത്തിലുള്ള പൊതുവായ വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഈ ഉദ്യോഗാർത്ഥിക്ക് അല്ലെങ്കിൽ ഈ ടീച്ചർക്ക് ധാരണയുണ്ടോ എന്ന് പരിശോധിക്കാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അതേക്കുറിച്ച് വിശദമായ ക്ലാസ് പ്രപ് സ്കെയിൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. അത്തരം ചോദ്യങ്ങൾക്ക് ശേഷം ഒരു ഭാഷാധ്യാപകനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു അധ്യാപകനുണ്ടായിരിക്കുന്ന ഗുണങ്ങൾ എന്ന് ചോദിക്കാം. കാരണം ആ ഒരു പ്രവൃത്തിയിലേക്ക്, ആ ഒരു മേഖലയിലേക്ക് പോകുമ്പോൾ നമുക്ക് അത്തരത്തിലൊരു ധാരണയുണ്ടോ, ആരായിരിക്കണം അധ്യാപകൻ, ഇത് കേവലം ഒരു പ്രൊഫഷൻ എന്നുള്ള നിലയ്ക്കാണോ എന്നൊക്കെ അല്ല, അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപനം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടോ എന്ന രീതിയിൽ ഒരു അധ്യാപകന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ ഒരു ഭാഷാധ്യാപകന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇന്ന് അക്ഷരമാല സംബന്ധിച്ച് വലിയ ചർച്ച നടക്കുകയാണ്, അതേ സംബന്ധിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായിരിക്കുന്ന പൊതുവിഷയങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ഈ 3 വ്യക്തികളിൽ നിന്നും ഉണ്ടായതിനു ശേഷം അവർ പറയും ഇനി സാറിന് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മെ ആരടുത്തേക്ക് നയിക്കുന്നു? നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ ഭാഷയുടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകന്റെ അടുത്ത് നമ്മെ കൈമാറുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ നല്ല കോൺഫിഡന്റ് ആണ്. അവിടെ ചിലപ്പോൾ നല്ല ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? അപ്പൊ അവിടെ എന്തൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്? നമ്മുടെ HST സിലബസ് ഇല്ലേ, ആ സിലബസിലെ ചോദ്യങ്ങൾ, അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പൊതുവായ ചോദ്യങ്ങളാണ് മിക്കവാറും സാറ് ചോദിക്കാൻ സാധ്യത, അല്ലെ? എന്തെല്ലാമായിരുന്നു അവിടെയുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത്? കവിത അവിടെ ഒരു വിഷയമാണ്. ഏതെങ്കിലും ഒരു കവിതയിൽ നിന്നുള്ള ചോദ്യം ചോദിക്കാൻ മിക്കവാറും സാധ്യതയുണ്ട്. എന്നോട് മലപ്പുറം ജില്ലയിൽ നിന്ന് ചോദിച്ച ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ചോദ്യം തന്നെ സാറ് ചോദിച്ചത് എഴുത്തച്ഛനെ കുറിച്ചാണ്. അപ്പൊ മലപ്പുറം ജില്ലയിലാണല്ലോ എഴുത്തച്ഛൻ, അല്ലെ? ഭാഷാപിതാവായിരിക്കുന്ന എഴുത്തച്ഛൻ, എന്താണ് എഴുത്തച്ഛനെ ഭാഷാപിതാവ് എന്ന് വിളിക്കാൻ എന്ന ചോദ്യമാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. എന്താണ് അങ്ങനെ ചോദിച്ചപ്പോൾ നമുക്ക് നമ്മുടെ മേഖലയായതുകൊണ്ട് നമുക്കതിന് കൃത്യമായ ഉത്തരം പറയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എഴുത്തച്ഛന്റെ സംഭാവനകളെ മുഴുവൻ ഒന്നും പറയേണ്ട, എഴുത്തച്ഛന്റെ സംഭാവനകളിൽ നിന്ന് കാതലായ ഒരു അംശം മാത്രം എടുത്ത് പറയുന്നു, എന്തുകൊണ്ട് ഭാഷാപിതാവ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു മാനക ഭാഷ ചിട്ടപ്പെടുത്തിയത് എഴുത്തച്ഛനാണെന്നും ഇന്ന് നമ്മുടെ അക്ഷരമാല രൂപപ്പെടുത്തിയത് എഴുത്തച്ഛനാണെന്നും 2 കൈവഴികളായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന മലയാള കവിതയെ എന്താണ് ഏകമായ മാർഗത്തിലൂടെ തിരിച്ചുവിട്ടത് പാട്ടെന്നും മണിപ്രവാളം എന്നും പറയുന്ന 2 കൈവഴികളിലൂടെയായിരുന്നു അതുവരെ കവിത ഒഴുകിക്കൊണ്ടിരുന്നത്. അതിനെ യോജിപ്പിച്ചുകൊണ്ട് ഒരു പാതയിലേക്ക്, ഒരു വഴിയിലേക്ക് മലയാള കവിതയെ മാറ്റി തീർക്കുകയായിരുന്നു എഴുത്തച്ഛൻ എന്നും, അല്ലെ? എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണ കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടും അതിന് മതിയായ തെളിവാണ് എന്നും, എഴുത്തച്ഛനാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് അതാ മാനക ഭാഷ ചിട്ടപ്പെടുത്തിയത് എന്നും അദ്ദേഹത്തിന്റെ സംഭാവനകൾ നമ്മൾ സവിസ്തരം പ്രതിപാദിക്കും. നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ സാറ് പറയും മതി എന്ന് പറയും. കാരണം നമുക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ട്, നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ അറിയാലോ, അല്ലെ? പിന്നീട് മിക്കവാറും നമ്മുടെ അടുത്ത മേഖല എന്ന് പറയുന്നത്, അപ്പൊ കവിതയെ കുറിച്ച് കൃത്യമായ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ മുതൽ, അല്ലെ? ശ്രീരാമനാണല്ലോ നമ്മുടെ ആദ്യത്തെ കവി, രാമചരിതം. അവിടെ മുതൽ ചില പ്രസ്ഥാനങ്ങളെ കുറിച്ച്, ഇപ്പൊ പാട്ടുപ്രസ്ഥാനം, മലയാളത്തിൽ ആദ്യത്തെ പ്രസ്ഥാനം പാട്ടുപ്രസ്ഥാനം, മണിപ്രവാള പ്രസ്ഥാനം, കളിപ്പാട്ട് പ്രസ്ഥാനം, തുള്ളൽ പ്രസ്ഥാനം, അല്ലെ? ആ രീതിയിലുള്ള ഒരുപാട് കവി പ്രസ്ഥാനങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണ, കവിതയെ കുറിച്ച് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട്. അത്യന്താധുനികരായിരിക്കുന്ന കവികളെ കുറിച്ച്, ഉത്തരാധുനിക കവികളെ കുറിച്ച് നമ്മൾ വെറും എഴുത്തച്ഛനും ചെറുശ്ശേരിയും കുഞ്ഞൻ നമ്പ്യാരും ആശാനും ഉള്ളൂരും വള്ളത്തോളും മാത്രം പഠിച്ചാൽ പോരാ, ഏറ്റവും പുതിയ കവികളെ കുറിച്ച്, അല്ലെ? ഏറ്റവും പുതിയ ബിരാമൻ വരെയുള്ള ഇങ്ങേയറ്റത്തുള്ള കവികളെ കുറിച്ച് വരെ, ഉത്തരാധുനിക കവികളെ കുറിച്ച് വരെ നമുക്ക് വീരാൻകുട്ടിയെ കുറിച്ചും വിജയലക്ഷ്മിയെ കുറിച്ചും എല്ലാം ഒരു ധാരണ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ക്ലാസ് നമ്മൾ അങ്ങനെ വിശദമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ട, വിശദമായിട്ടൊന്ന് ഓടിച്ച് പരിചയപ്പെടുത്തി പോകുന്ന ഒരു ക്ലാസ് നിങ്ങൾക്ക് തരും. അതേക്കുറിച്ച് പ്രയാസം നിങ്ങൾക്ക് വേണ്ട. കവിതയ്ക്ക് സമീപകാലത്ത് കിട്ടിയിട്ടുള്ള അവാർഡുകളെ കുറിച്ച് ചോദിക്കാം, അതൊക്കെ നമുക്ക് പഠിക്കും. അതേപോലെ തന്നെ നോവലിനെ കുറിച്ച് ചോദിക്കാം, അല്ലെ? ആദ്യകാല നോവൽ മുതൽ കുന്തലത മുതൽ ഇങ്ങോട്ട് ഇന്ദുലേഖയും അതേപോലെ തന്നെ ചരിത്ര നോവലുകളും ബോധധാര നോവലും ഒക്കെ, നോവലിലെ വിവിധ പ്രസ്ഥാനങ്ങളെ കുറിച്ച് ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട്. അതൊക്കെ എളുപ്പത്തിൽ നടക്കാവുന്ന കാര്യങ്ങളാണ്. അതെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ, പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടല്ലോ. ടീച്ചർ എന്താണ് ബോധധാര നോവൽ ടീച്ചർ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്നോട് കന്യകയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, പ്രശ്നനാടകമായ കന്യകയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മളിൽ നിന്ന് അവര് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും 2 വരി കവിത ഒന്ന് ചൊല്ലിത്തരുമോ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ പ്രധാനപ്പെട്ട എഴുത്തച്ഛന്റെ കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ ആശാന്റെ വരികള്,
അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വരികളെല്ലാം ഒന്ന് ഒരു 4-5 വരികളൊക്കെ പഠിച്ച് ഈണത്തിൽ ചൊല്ലി, ഉള്ള ഈണത്തിൽ, നിങ്ങൾ ഇല്ലാത്ത ഈണമൊന്നും ഉണ്ടാക്കണ്ട, ഉള്ള ഈണത്തിൽ നിങ്ങളൊന്ന് ചൊല്ലിക്കൊടുക്കുക. കവിത ചൊല്ലാൻ നന്നായി കഴിയുന്ന ആളുകൾ നന്നായി ചൊല്ലിക്കൊടുക്കുകയും വേണം. അവരുടെ ശ്രദ്ധയെ ഇങ്ങനെ പിടിച്ചെടുക്കണം നമ്മളിലേക്ക്. ഓക്കെ, അപ്പൊ കവിതാ മേഖല അങ്ങനെ കഴിഞ്ഞ്. നോവലാണെങ്കിൽ ആ നോവൽ ഇപ്പോ അന്നത്തെ നോവലുകൾ, ആദ്യകാല നോവലുകൾ, പിന്നീട് വന്ന നോവലുകൾ, ചരിത്ര നോവലുകൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നോവലിന്റെ വിവിധ ഘട്ടങ്ങളിലേക്ക് ചോദ്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും സമീപകാലത്ത് അവാർഡ് കിട്ടിയ നോവലുകൾ, എഴുത്തച്ഛൻ വയലാർ അവാർഡ് കിട്ടിയ നോവലുകളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. നിങ്ങൾ ചെല്ലുന്ന ജില്ലയിൽ ആരെങ്കിലും വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആളുകൾ ഉണ്ടാവും, ചിലപ്പോൾ അവരെ കുറിച്ച് ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും സമീപകാലത്ത് ഇപ്പോ തപോവഴിയുടെ അച്ഛനായാലും, അതേപോലെ തന്നെ മീശയായാലും, മാന്തളിരിലെ കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളായാലും, അതേപോലെ തന്നെ ഇതില്ലേ നോവൽ മേഖലയിൽ വരുന്ന നിരീശ്വരൻ, അതുപോലുള്ള കൃതികളുണ്ടല്ലോ, ഉഷരാശി, തക്ഷകുന്ദ സ്വരൂപം, ആരാച്ചാർ, അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ആരാച്ചാറിനൊക്കെ മിക്കവാറും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. വളരെയധികം വായിച്ചിട്ടുള്ള ഒരു നോവലാണ്. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് പരാമർശിക്കപ്പെട്ടിട്ടുള്ള മലയാളത്തിലെ നോവലാണ്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നോവൽ മേഖലയിൽ നിന്ന് ആദ്യത്തെ ചെറുകഥ ചോദിക്കാം. ഇന്ന് ചെറുകഥയ്ക്ക് കിട്ടിയിരിക്കുന്ന കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ള ചെറുകഥകളെ ചോദിക്കാം. കടൽ തീരത്തൊക്കെ മിക്കവാറും ചോദിച്ചു എന്ന് പറയാറുണ്ട്. അത് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു മേഖലകളിൽ നിന്നുള്ള ചോദ്യം. അതേപോലെ ആത്മകഥ, മലയാളത്തിലെ പ്രസിദ്ധങ്ങളായുള്ള ആത്മകഥകൾ, മുഖ്യമന്ത്രിമാരുടെ ആത്മകഥകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആത്മകഥകൾ, രാഷ്ട്രീയക്കാരുടെ ആത്മകഥകൾ, സാമൂഹ്യ പ്രവർത്തകരുടെ ആത്മകഥകൾ, അങ്ങനെ ആ രീതിയിൽ എന്തെങ്കിലും ബേണിംഗ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ പ്രധാനപ്പെട്ട ജീവചരിത്ര കൃതികളെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാധ്യമ പഠനം ഇന്ന് വളരെ ശക്തമാണ്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഈ രീതിയിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, വരികൾ, അവാർഡുകൾ, ആ രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങളാണ് മിക്കവാറും. അതേപോലെ തന്നെ ഏതെങ്കിലും നിങ്ങൾ ചെല്ലുന്ന ദിവസമൊക്കെ ഏതെങ്കിലും ദിനാചരണവുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഇനി അല്ലെങ്കിൽ പോലും സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ദിനാചരണം, ബഷീർ ദിനം, വായനാ ദിനം, ആരുടെ പേരിലാണ് വായനാ ദിനം എന്നൊക്കെ ചോദിച്ചാൽ പൊതുവായി ഭാഷയുമായി ബന്ധപ്പെട്ട് വരാവുന്ന ദിനാചരണങ്ങളെ കുറിച്ച് ഏതാണ്ട് ഒരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ HST സിലബസിനെ സംബന്ധിച്ച് ഏതു മേഖലകളിൽ നിന്ന് ചോദിച്ചാലും, ഏതു ഭാഗത്തു നിന്ന് ചോദിച്ചാലും ഉത്തരം പറയാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണം. അങ്ങനെ നിങ്ങൾ തയ്യാറാക്കിയിട്ടാണ് ഞങ്ങൾ എങ്ങോട്ടേക്ക് അയക്കുന്നത്, ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിലേക്ക് അയക്കുന്നത്. ആ രീതിയിലുള്ള ഒരു ഒരുക്കം നമ്മൾ പ്രൊഫ് സ്കെയിൽ നിങ്ങൾക്ക് നൽകുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങളിലൂടെ ഒക്കെ കടന്നുപോയതിനു ശേഷം മിക്കവാറും ഉണ്ടാവാനുള്ള മറ്റൊരു സാധ്യതയാണ് എന്താണ്, ഒരു ഡെമോ ക്ലാസ് എടുത്തു തരാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടേക്കാം. ഭാഗ്യത്തിന് എന്നോട് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷെ എന്റെ കൂടെ അന്ന് ഇന്റർവ്യൂ നടന്നിട്ടുള്ള ആളുകളിൽ പലരെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചിട്ടുണ്ട്. അവിടെ ബ്ലാക്ക് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, പെന്നുണ്ടാവും, അത് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ചോക്ക് ഉണ്ടാവും, എന്തായാലും ചിലപ്പോൾ പെന്നായിരിക്കും, വൈറ്റ് ബോർഡൊക്കെ ചിലപ്പോൾ വൈറ്റ് ബോർഡ് ആയിരിക്കും, അത് യൂസ് ചെയ്യണം. അതാണ് അതിന് നമ്മളത്. അപ്പൊ നമ്മള് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് നമ്മളോട് ഒരു ക്ലാസ് എടുക്കാൻ ആവശ്യപ്പെടും. അപ്പൊ വീട്ടിൽ നിന്ന് നമ്മൾ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. നമ്മളൊരു പ്രത്യേക പോർഷൻ, നമ്മൾ നന്നായി കവിത ചൊല്ലുന്ന ആളുകളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കവിതയുടെ ക്ലാസ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ നന്നായി കഥ പറയാൻ ശീലമുള്ള ആളുകളാണെങ്കിൽ കവിത ചൊല്ലാൻ പറ്റില്ല. എനിക്ക് കവിത ചൊല്ലാൻ പറ്റില്ലായിരുന്നു. ഞാൻ ക്ലാസ് എടുക്കാൻ പോയത് ഞാനൊരു നോവലിന്റെ ഭാഗമാണ് സെറ്റ് ചെയ്ത് പോയത്. അപ്പൊ നമുക്ക് കഴിയുന്ന മേഖലകളിലല്ലേ നമ്മൾ തിളങ്ങേണ്ടത്. അപ്പൊ നിങ്ങൾ കവിത ചൊല്ലുന്ന ആളാണെങ്കിൽ കവിതയുടെ ഒരു ക്ലാസ് സെറ്റ് ചെയ്യണം. നിങ്ങൾ കഥ പറയാൻ ശേഷിയുള്ള ആളാണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഉപന്യാസ മേഖലയിലാണെങ്കിൽ അങ്ങനെ, അത് നിങ്ങളുടെ ഇഷ്ടം. അവരെ ഇംപ്രസ് ചെയ്യിക്കാൻ കഴിയുന്ന രീതിയിൽ, അവരെ കുട്ടികളെ ഇംപ്രസ് ചെയ്യിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു കഥയോ നോവൽ ഭാഗമോ അല്ലെങ്കിൽ ഒരു കവിതയോ നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച്
എവിടെ നിന്ന് എടുക്കും നമ്മൾ ഈ വിഷയം? നിങ്ങൾക്ക് മിക്കവാറും 8, 9, 10 ക്ലാസ്സുകളിലെ പാഠപുസ്തകത്തിൽ നിന്ന് ഒരു കവിത തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഒരു ഭാഗം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾ ഒരു പക്ഷേ പഠിപ്പിച്ച് പരിചയം ഉണ്ടാകും. ഏതെങ്കിലും ക്ലാസ്സിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് ശീലമുള്ളവരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന വിഷയമാണത്. മിക്കവാറും 10ാം ക്ലാസ് ആയാലും നന്നായി. കാരണം 10ാം ക്ലാസ്സിലൊക്കെ നന്നായി നമ്മൾ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു 10ാം ക്ലാസ്സിൽ നല്ലൊരു പാഠഭാഗം എടുത്തിട്ട് അതിന്റെ ഒരു ലെസൺ പ്ലാൻ, ആധുനിക രീതിയിലുള്ള ഇന്നത്തെ രീതിയിലുള്ള ഒരു ലെസൺ പ്ലാൻ നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. അത് എഴുതി തയ്യാറാക്കി തന്നെ വേണം. അത് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ചോദിക്കാം, ചോദിക്കാതിരിക്കാം, അത് അവരുടെ ഇഷ്ടം. നമ്മൾ റെഡിയാണോ? അതാണ്. അപ്പൊ നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും. ക്ലാസ് എടുക്കാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ റെഡിയാണ് ക്ലാസ് എടുക്കാൻ, അല്ലെ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഈ 15 മിനിറ്റ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന 15 മിനിറ്റ് ആണ്. വളരെ ഗൗരവത്തോടെ അത് ഇന്റർവ്യൂ അല്ലേ, അത് 2-3 ചോദ്യം ഉണ്ടാവും, അത് ഞാനങ്ങ് പറയും. അങ്ങനെ ഒന്നും പറയരുത്. വളരെ കൃത്യമായിട്ട് എവിടെ ചോദിച്ചാലും നിങ്ങൾ പറയാവുന്ന രീതിയിലേക്ക് നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കണം. അത് നിങ്ങളുടെ മുഖത്ത് പ്രസരിക്കും. ആ കോൺഫിഡന്റ്, ആ ആത്മവിശ്വാസം നിങ്ങളുടെ മുഖത്തുണ്ടാകും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവരുടെ ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കും. ഈശ്വര, എന്നോട് ക്ലാസ് എടുക്കാൻ പറയോ, ഞാൻ ക്ലാസിന്റെ പഠിച്ചിട്ടില്ലല്ലോ, ഇത് എല്ലാ ചോദ്യത്തെയും ബാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ ഒരു ലെസൺ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ക്ലാസ് എടുക്കാൻ പറയുന്നു, നിങ്ങൾ എഴുന്നേൽക്കുന്നു, നിങ്ങൾ എഴുന്നേറ്റ് ബോർഡിനടുത്തേക്ക് പോകുന്നു, കുട്ടികൾക്ക് നമസ്കാരം പറയുന്നു, ഗുഡ് മോർണിംഗ് പറയുന്നു. അങ്ങനെ ഈ ഇരിക്കുന്നത് ഇന്റർവ്യൂവിലുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരോ അധ്യാപകരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡുമാരോ അല്ല, അവർ കുട്ടികളാണ്. നമസ്കാരം കുട്ടികളെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് ആ വിഷയത്തെ കുറിച്ച്, അപ്പം നിങ്ങളുടെ വിഷയത്തിലേക്ക് അവരെ കൊണ്ടുവരുമല്ലോ, അത് ഞാൻ ഒരു ഡെമോ ക്ലാസ് നിങ്ങൾക്ക് തരും. അപ്പൊ ഇന്ന വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അവർ ഉത്തരം പറയുന്നു. അവരോട് ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് അവർ ഉത്തരം പറയും. പിന്നെ സാറേ എന്നൊന്നും വിളിക്കരുത്, അറിയാതെ സാറേ എന്നൊന്നും വിളിച്ചു പോരുത്. കുട്ടികളാണ്. കുട്ടികളെ, നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഇന്ന ക്ലാസ്സിൽ നിങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരികയും, അപ്പൊ ആ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ നിന്ന് അവർ മനസ്സിലാക്കുന്ന ടീച്ചർ ഏബിളാണ്. നിങ്ങൾ തുടങ്ങി വെച്ചാൽ മതി, ചിലപ്പോൾ അവര് ക്ലാസ് മതി, ടീച്ചർ ഇരിക്കൂ എന്ന് പറയും. അപ്പൊ ആ രീതിയിൽ ക്ലാസ്സിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള, ക്ലാസ് എടുക്കുന്നതിന്റെ ഘട്ടങ്ങളെ കുറിച്ചിട്ടുള്ള കൃത്യമായൊരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടാവും, അല്ലെ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അറിവ് പരിശോധിക്കുകയല്ല അവരുടെ ലക്ഷ്യം. അത് പരീക്ഷയിലൂടെ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞു. നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, ഒരു കമ്മ്യൂണിക്കേഷൻ ആണല്ലോ പ്രധാനം. ഒരു ടീച്ചറുടെ ആകെ ആയുധം എന്ന് പറയുന്നത് തന്റെ ഉള്ളിലുള്ള ആശയം കുട്ടികളിലെത്തിക്കുക. ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ കൃത്യമായി നടക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ഒരു അളക്കലാണ് അവർ നടക്കുന്നത്. അതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അവർ തരും എന്നുള്ളതാണ്, അല്ലെ? അവിടെ നമ്മൾ പമ്മി കളിക്കരുത്, അല്ലെ? ഉള്ള ശക്തി എടുത്തിട്ട്, ഉള്ള കഴിവ് മുഴുവൻ പ്രകടിപ്പിച്ചിട്ട് അവരുടെ മുമ്പിൽ പെർഫോം ചെയ്യണം. പക്ഷെ ഓവർ ആക്ട് ആവരുത്. അക്കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അവതരണ രീതി അവര് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഏതാണ്ട് ഇന്റർവ്യൂ അതിന്റെ ആ സമാപന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ ഘട്ടങ്ങളിലും നമ്മളിലൂടെ കടന്നു പോന്നിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ നമ്മള് ചിലപ്പോ ചില ഘട്ടങ്ങളിൽ പ്രയാസം വരും. എന്നുവെച്ചാല് ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം അറിയില്ല എന്ന് വന്നേക്കാം. ഇപ്പോ നോം ചോംസ്കിയെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോ സിന്റാറ്റിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ് എന്ന് പറഞ്ഞു. നമുക്കറിയില്ല. അറിയാത്തതിനെ നമ്മൾ ഊഹിച്ച് പറയാൻ പോകുന്നത് തെറ്റണ്ട. അല്ലെങ്കിൽ നോം ചോംസ്കിയെ കുറിച്ച് വേറെ എന്തെങ്കിലും ചോദിക്കുമ്പോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നോം ചോംസ്കിയെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നമുക്ക് അറിയില്ലെങ്കിലും അനുബന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് സാറ് ചോദിച്ച കാര്യം ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് നെഗറ്റീവ് ഇല്ല. കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് ചില കാര്യങ്ങൾ വേറെ അനുബന്ധമായി പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ ആ രീതിയിൽ അവരോട് നമുക്ക് പോവാം. പിന്നെ ചില ആളുകള് ഈ ഇതിലുള്ള ആളുകൾ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞിട്ട് നമ്മളുമായി തർക്കത്തിൽ ഏർപ്പെടാൻ വരും. നമ്മൾ തർക്കത്തിൽ ഏർപ്പെടാൻ പോകേണ്ട. ചിലപ്പോ നമുക്ക് 100% ബോധ്യമുള്ള കാര്യത്തിനെതിരായിട്ടുള്ള കാര്യം എന്തെങ്കിലും അവരുടെ ഭാഗത്ത് ഉണ്ടായാൽ ഒരുപക്ഷെ അവര് നമ്മൾ അതെങ്ങനെ സമീപിക്കുന്നു എന്നത് അറിയാനായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, അല്ലെ? അപ്പൊ ആരെങ്കിലും എഴുത്തച്ഛൻ ഭാഷാപിതാവല്ലല്ലോ, ചെറുശ്ശേരിയല്ലേ ഭാഷാപിതാവ് എന്ന് പറയുമ്പോ അല്ല സർ, എഴുത്തച്ഛൻ ഭാഷാപിതാവ് തന്നെയാണ്, അല്ലെ? അങ്ങനെയല്ല.
നമ്മുടെ എഴുത്തച്ഛൻ ഭാഷാപിതാവാകാനുള്ള കാര്യം എന്താണ്? കാച്ചിക്കുറുക്കിയ കവിതയുടെ കവിയാണ് എന്ന് പറയുന്നുണ്ടല്ലോ വൈലോപ്പിള്ളി. അദ്ദേഹത്തിന്റെ പല കവിതകളും പിന്നെ അനാവശ്യമായി വലിച്ചു നീട്ടിയ കവിതകൾ ഉണ്ടല്ലോ. ഇല്ല, ശക്തിയുടെ കവിയാണ് ഇടശ്ശേരി എന്ന് പറയുന്നുണ്ട്, അദ്ദേഹം ശക്തിയുടെ കവി അല്ലല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാദഗതികളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വാദഗതികൾ സമർത്ഥിച്ച് സാറ് പറഞ്ഞതും ചില ഘട്ടങ്ങളിൽ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമവായത്തിലെത്തുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. ഒരുപാട് കൊല്ലമായി പഠിപ്പിച്ച് ശീലമുള്ളവരും അറിവുള്ളവരുമാണല്ലോ നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നത്. അപ്പൊ അവരോട് നമ്മൾ തർക്കിച്ച് ജയിക്കാൻ പോകണ്ട. എങ്കിൽ നമ്മുടെ വാദഗതികൾ സമർത്ഥിക്കുകയും വേണം. ഞാൻ പറയുന്നത് മറ്റുള്ളവർ പറയുന്നത് അപ്പാടെ അംഗീകരിക്കുന്ന ഒരാളാണ് ഈ ടീച്ചർ എന്നുള്ള ധാരണ ഉണ്ടാവുകയും വേണ്ട. അപ്പൊ എന്ത് വേണം? നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വാദഗതികൾ സംയുക്തം യുക്തിസഹമായി സമർത്ഥിക്കുകയും ഒപ്പം സാറ് പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ടും ഉള്ള ഒരു രീതി ആയിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും നല്ലത്. അല്ലാതെ അവരുമായിട്ട് തർക്കിച്ച് നമ്മളൊരു ഒരു വിവാദം ഉണ്ടാക്കാത്ത രീതിയിൽ പോകുന്നതായിരിക്കണം നല്ലത്, അല്ലെ? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, മിക്കവാറും നമ്മുടെ പ്രദേശത്തെ കുറിച്ചുള്ള അറിവും നമ്മുടെ പ്രദേശത്തെ കുറിച്ചുള്ള ഒരു ധാരണയും നമ്മുടെ മനസ്സിലുണ്ടാവുന്നു. ചിലപ്പോൾ സാഹിത്യകാരന്മാരെ കുറിച്ചല്ല, ടീച്ചർ അവിടുത്തെ MLA ആരാണ്, MP ആരാണ് എന്നൊക്കെ, പാർലമെന്റ് മെമ്പർ ആരാണ് എന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. അപ്പൊ ആ രീതിയിൽ പ്രധാനമായിട്ടും ഒരു രീതി, അല്ലെ? വേറെ ചില കാര്യം എന്താ വെച്ചാല്, ചില ഇന്റർവ്യൂവിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഭാഷാശാസ്ത്രജ്ഞനാണ് വരുന്നതെങ്കിൽ അദ്ദേഹം ഭാഷാശാസ്ത്ര മേഖലയിലുള്ള ചോദ്യങ്ങളായിരിക്കും, അല്ലെ? അപ്പൊ നമുക്കത് പ്രയാസം ഉണ്ടാവരുത്. അതാ ഞാൻ പറഞ്ഞ എല്ലാ വിഷയവും. ചിലപ്പോ എനിക്ക് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പരീക്ഷയ്ക്ക് ഇന്റർവ്യൂവിന് തിരുവനന്തപുരത്ത് ഞാൻ പോയപ്പോൾ ഞാൻ മൂന്നോ നാലോ ഇന്റർവ്യൂവിന് പങ്കെടുത്തിട്ടുണ്ട്. HSA ആണ്. HSന്റെ ഇന്റർവ്യൂ, HSST ജൂനിയർ സീനിയർ, അങ്ങനെ മൊത്തം 4 ഇന്റർവ്യൂവിനാണ് ഞാൻ പങ്കെടുത്തത്. ഒരു ഇന്റർവ്യൂ മലപ്പുറത്തില്ല ഞാൻ പറഞ്ഞു, മറ്റു 3 ഇന്റർവ്യൂ തിരുവനന്തപുരത്തായിരുന്നു. അപ്പൊ ഒരു വ്യാകരണത്തിന് സാറാ വന്ന അന്ന് എന്നോട് ചോദിച്ചത് മുഴുവൻ അലങ്കാരവും വൃത്തവുമാണ് സാറിന്. കാരണം സാറ് ആ മേഖലയിൽ പരിചയമുള്ള ആളാണ്, അല്ലെ? അപ്പൊ നമ്മള് പരിക്ക് പറ്റാതെ രക്ഷപ്പെടണം. അപ്പൊ ചിലപ്പോൾ നോവലിസ്റ്റ് ആയിരിക്കും, നോവൽ മേഖലയിൽ താല്പര്യമുള്ള, നോവൽ എഴുതിയിട്ടുള്ള ആളാണെങ്കിൽ അതേ നോവലിനെ കുറിച്ച് ചോദിക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള മേഖലയാണല്ലോ. കവിത മേഖലയിൽ പഠിപ്പിക്കുന്ന ആളാണെങ്കിൽ കവിത എഴുതിയിട്ടുള്ള ആളെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സാർമാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് കവിതയെ കുറിച്ചൊക്കെ ചോദിക്കും. അപ്പൊ അതും നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ അവര് വരുന്ന മേഖല അപ്പൊ നമ്മുടെ ഭാഗ്യത്തിനനുസരിച്ചിരിക്കും. അപ്പൊ അത് നമ്മൾ നോക്കണം. നോവല് കവിതയൊക്കെ നോക്കിയാൽ മതി, എല്ലാം നോക്കണ്ട എന്ന് പറയരുത്. നമുക്ക് മലയാളത്തിൽ ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിൽ നിന്നൊക്കെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കുന്നതാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്നോട് വ്യാകരണത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമോ എന്നുള്ള പേടിയും കൊണ്ട് ഇന്റർവ്യൂവിന് പോകണ്ട. വളരെ സന്തോഷം, ഏത് ചോദ്യവും വന്നോട്ടെ ഞാൻ പറയും. അതിനെന്ത് വേണം? ഒരുങ്ങാനാണ് പ്രൊഫ് സ്കെയിൽ ക്ലാസ് സംഘടിപ്പിക്കുന്നത്, അല്ലെ? അപ്പൊ ആ ഒരുക്കം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കണം. നിങ്ങൾ എഴുത്തു പരീക്ഷയ്ക്ക് ഒരുങ്ങിയതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇവിടെ ഒരുങ്ങേണ്ടതുണ്ട്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില കുട്ടികൾ പറയാറുണ്ട്, ചില സാർമാരിങ്ങനെ ക്വസ്റ്റ്യൻ എഴുതി കൊണ്ടുവന്നിട്ട് അത് നോക്കി ചോദിക്കും എന്ന് പറയാറുണ്ട്. അത് നമുക്ക് അപകടമാണ്. ചിലർ അങ്ങനെ ഇന്റർവ്യൂ 2 തരമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചർച്ചാ രൂപേണയുള്ള ഇന്റർവ്യൂ ഉണ്ട്. അതേസമയം തന്നെ ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവുമായിട്ടുള്ള ചോദ്യം എഴുതി കൊണ്ടുവന്നിട്ട് റെയർ ആയിട്ട് അത് കാണാറുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് നമുക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടാക്കുന്നതാണ് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. അപ്പൊ അവര് വളരെ കണിശമായ അല്ലെങ്കിൽ കൃത്യമായ ഒറ്റ ഉത്തരം മാത്രമുള്ള ചോദ്യമായിരിക്കുമല്ലോ അത്. അങ്ങനെയാണെങ്കിലും നിങ്ങൾ ഭയപ്പെടരുത്, പേടിക്കരുത്. നമ്മൾ അതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ലെങ്കിൽ സർ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞാലും മതി. അനുബന്ധമായി വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇന്റർവ്യൂ ആ രീതിയിലുള്ള ഇന്റർവ്യൂ ഉണ്ട്. പക്ഷെ മിക്കവാറും ഒരു ചർച്ചാ രൂപേണ നിങ്ങളുമായി പലപ്പോഴും നിങ്ങളിലേക്ക് നിങ്ങളുടെ പ്രാവീണ്യമുള്ള, നിങ്ങളുടെ അറിവുള്ള, നിങ്ങളുടെ ഉള്ളിലുള്ള അറിവിന്റെ മേഖലകളിലേക്ക് അവരെ കൊണ്ടുവരണം. അപ്പൊ ചോദ്യം ചോദിക്കുവാനുള്ള ഒരു ഇടം നിങ്ങൾ കാണിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഏറ്റവും കഴിവുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അറിവുള്ള മേഖലകളിലേക്ക് അവരുടെ ശ്രദ്ധയെ കൊണ്ടുവരണം, ചോദ്യത്തെ കൊണ്ടുവരണം. അത് നിങ്ങളുടെ മിടുക്കാണ്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ രീതിയിൽ വിവിധങ്ങളായിരിക്കുന്ന വശങ്ങൾ ഈ 15 മിനിറ്റ് 20 മിനിറ്റ് നമ്മൾ എത്ര സമർത്ഥമായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ 25 മിനിറ്റ് ഒക്കെ നീണ്ടുപോകും ഇന്റർവ്യൂ. കാരണം അത് അത്ര ഇഷ്ടമായിരിക്കും. കാരണം നിങ്ങൾ അവതരിപ്പിക്കുന്ന രീതി അവരെ വല്ലാതെ കണ്ട് സ്വാധീനിച്ചിട്ട് ഇന്റർവ്യൂ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് ഗുണമാണെന്ന് ഓർക്കണം. എങ്ങനെയെങ്കിലും തടിതപ്പി പോവുക എന്ന രീതിയിലാവരുത് നിങ്ങൾ അവിടെ ചെല്ലുന്നത്. അങ്ങനെ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ ഇന്റർവ്യൂ ഏതാണ്ട് പൂർത്തിയാവുകയാണ്.
ഇനി ഏതെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ വല്ലാതെ ഡെസ്പാവരുത്, നിരാശരാവരുത്. കാരണം അത് നിങ്ങളുടെ മുഖത്ത് പ്രതിഫലിക്കും. ഒന്നറിഞ്ഞില്ല എല്ലാം അറിയണമെന്നില്ലല്ലോ ഒരാൾക്ക്. ഒരു അധ്യാപകർക്ക് തന്നെ ഇപ്പൊ എന്റെ കാര്യമല്ല, എല്ലാ ചോദ്യത്തിനും എനിക്ക് ഉത്തരം പറയാൻ കഴിയണമെന്നില്ല. അങ്ങനെ ഒരാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഷൂറിനായിട്ട് കുഞ്ഞമ്പള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്ത് ചോദിച്ചാലും പറയാൻ കഴിയുന്ന ഒരാള്. അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഉത്തരം പറയാൻ കഴിയണമെന്നില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതായത് പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പറയുന്ന ഉത്തരത്തിൽ നിങ്ങൾ ആത്മവിശ്വാസവും സത്യസന്ധതയും ചാലിച്ചു പറയണം. നിങ്ങൾ മറച്ചു വെച്ച് പറയരുത്. നിങ്ങളിപ്പോ എവിടെയും ജോലി ചെയ്യുന്നുണ്ടോ? പോകുന്നുണ്ടാവും. ഞാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി കിട്ടാതായി ഒന്നുമില്ല സർ, ഞാനിങ്ങനെ ഒരു താൽക്കാലികമായി ജോലി ചെയ്യുന്നുണ്ട്. വേറെ ഏതെങ്കിലും ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ചോദിക്കും. എന്നോട് ചോദിച്ചിട്ടുണ്ട് വേറെ ലിസ്റ്റിൽ ഉണ്ടോ എന്ന്. അങ്ങനെ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലിസ്റ്റിലുണ്ട് സർ, ജോലി അല്ല ഓർഡർ ഒന്നും അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്ന അഡ്വൈസ് ഒന്നും വന്നിട്ടില്ല, ലിസ്റ്റിലുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ആർക്കും അറിയൊന്നുമില്ല. അപ്പൊ സത്യസന്ധമായിട്ട് പറയണം. നമ്മൾ അങ്ങനെ കളവ് പറഞ്ഞാൽ, തെറ്റായ വസ്തു പറഞ്ഞാൽ, ഞാൻ എവിടെയും പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, അപ്പൊ അത് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് ക്ലാഷ് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് വേണ്ട. നമ്മൾ അറിയാതെ നമ്മളൊന്നും പറഞ്ഞു പിന്നെ അല്ലെ, ആ ബേജാറുമുണ്ട്. അതുകൊണ്ടാണെന്നും വേണ്ട. നിങ്ങൾ നിരാശരാവരുത്. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ എന്റെ മാർക്ക് അപ്പാട് പോയി എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ ആവരുതോ. അപ്പോഴും തികഞ്ഞ ആത്മവിശ്വാസം നിങ്ങൾ മുറുകെ പിടിക്കണം. ഇന്റർവ്യൂ നടക്കുന്ന ഈ 20 മിനിറ്റും നിങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി, നല്ല പ്ലസന്റ് ആയിട്ടുള്ള മുഖത്തോടു കൂടി ഇരിക്കണം. എന്ത് ചോദ്യവും വന്നോട്ടെ ഞാൻ നേരിടും എന്നൊരു ആത്മവിശ്വാസം നമുക്കുണ്ടാവണം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മനഃശാസ്ത്രം സംബന്ധിച്ചിട്ടുള്ള പാഠഭാഗങ്ങൾ നിങ്ങൾ നന്നായി ഒന്ന് നോക്കണം. വിഷയം സംബന്ധിച്ചിട്ടുള്ള ക്ലാസ് നമ്മൾ നന്നായി തരും. ഇപ്പം നിരവധി തവണ PSCയുടെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ പ്രൊഫ് സ്കെയിലിൽ നിങ്ങൾക്ക് ക്ലാസ് തരും. ഈ വിഷയത്തിന്റെ മനഃശാസ്ത്രത്തിന്റെ ക്ലാസ് ആണല്ലോ പ്രധാനമായും വേണ്ടത്. അത്തരത്തിലുള്ള അധ്യാപകർ നിങ്ങൾക്ക് ക്ലാസ്സുമായിട്ട് വരും. അതേപോലെ വിഷയം സംബന്ധിച്ച് കൃത്യമായ ഒരു ക്ലാസ് തുടക്കം മുതൽ പൂർണ്ണമായിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ തരും. അപ്പൊ അത്തരത്തിൽ യാതൊരു ആശങ്കയും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളെ ഒരു എന്താ പറയുക, നമ്മള് കുറച്ചുപേരെ നമ്മള് ഒരു ഇന്റർവ്യൂ, ഒരു മോക്ക് ഇന്റർവ്യൂ നടത്തും. അതേപോലെ നിങ്ങൾക്കും നടത്താവുന്നതാണ്. നിങ്ങൾ വീട്ടിൽ ടീച്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ മാഷ് ഉണ്ടാവും, സുഹൃത്തുക്കൾ ഉണ്ടാവും. അപ്പൊ അവരെ നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിൽ അംഗങ്ങളാക്കിയിട്ട് നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങൾ ഒരു ആശങ്ക, ടെൻഷൻ കുറയ്ക്കുക. അവരോട് ഇന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കണം നിങ്ങൾ പറയുക. എന്നിട്ട് അവരെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കുക. അമ്മ ടീച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ സുഹൃത്തിനെ കൊണ്ട് കൊടുക്കുക ചോദ്യം, ഇന്നൊക്കെ ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ചിട്ട് നിങ്ങൾക്കും ഒരു തയ്യാറെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ ശരിയായിട്ടുണ്ടോ? അപ്പൊ അവർ നോട്ട് ചെയ്യും, നിങ്ങളെ ഫ്രണ്ട് നോട്ട് ചെയ്യും എന്തൊക്കെയുണ്ട് ദോഷങ്ങൾ. അപ്പൊ അല്ലെങ്കിൽ അവതരിപ്പിച്ചതിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മൾ ആദ്യമായിട്ട് ഇന്റർവ്യൂ പങ്കെടുക്കുന്നതല്ലേ. അപ്പം ചില ടെൻഷനൊക്കെ ഉണ്ടാവും. അതൊക്കെ ടെൻഷനൊക്കെ കുറയ്ക്കാൻ നമ്മൾ OMR ഷീറ്റിൽ വീട്ടിൽ നിന്ന് പരീക്ഷ പണ്ടെഴുതി ശീലിച്ചതുപോലെ നിങ്ങളുടെ ഫ്രണ്ടിനെ ഒരു കസേരയൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു കുട്ടിയായിട്ട്, ഇന്റർവ്യൂ നടക്കുന്ന കുട്ടിയായിട്ട് ചെന്നിട്ട്, അപ്പൊ ബയോഡാറ്റന്റെ മാതൃകയൊക്കെ ഞങ്ങൾ തരുന്നുണ്ട്, അതൊക്കെ പൂരിപ്പിച്ച് നിങ്ങൾ ശീലിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഫുൾ മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 16, 17 മാർക്ക്, 18 മാർക്ക് കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ ഇന്റർവ്യൂവിൽ നിങ്ങൾ അഭിമുഖീകരിക്കണം. അതിന് ഞങ്ങളുണ്ട്, നിങ്ങളുടെ കൂടെ പ്രൊഫ് സ്കെയിൽ ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും ആ രീതിയിൽ നിങ്ങൾക്ക് HSST സിലബസ് പ്രകാരമുള്ള ഒരു സമ്പൂർണമായ ക്ലാസ് എന്ന് പറഞ്ഞാല് നമ്മൾ HSTക്ക് ക്ലാസ് എന്നതുപോലെ വിശദമായിട്ടൊന്നും വേണ്ട. ഓരോരോ പ്രസ്ഥാനങ്ങളെയും ഘട്ടങ്ങളെയും വേഗത്തിൽ പറഞ്ഞു പരിചയമുണ്ട്. അതേപോലെ മറ്റു പൊതു ചോദ്യങ്ങളുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, വിദ്യാഭ്യാസ ജില്ല, അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ ഓർഡർ ഉണ്ടല്ലോ, വിദ്യാഭ്യാസ മന്ത്രി, DPI, DD, അതേപോലെ DEO, AEO, അതിന്റെ ഒരു ഓർഡർ ഉണ്ടല്ലോ, അതേ സംബന്ധിച്ച് തരും. അതേപോലെ തന്നെ BRC, അതേപോലെ തന്നെ SRG, DRG, അതിന്റെ സംവിധാനങ്ങൾ, പരിശീലനങ്ങൾ, SCRT, NCRT, പരിശീലന പരിപാടികൾ, SSA, RMSA, ഈ സംബന്ധിച്ചിട്ടെല്ലാം പൊതുവായിട്ട് അതെല്ലാം വേഗം കഴിയും. ഇന്നതാണ് എന്ന് പറഞ്ഞ് മാത്രം പോയാൽ മതിയല്ലോ. നമുക്ക് 2 പേജിലൊന്നും വിന്യസിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും, എല്ലാ നിങ്ങളുടെ സംശയങ്ങൾക്കും, അതേപോലെ തന്നെ ഡെമോ, ഒരു മോഡൽ ഇന്റർവ്യൂ നമ്മൾ നടത്താറുണ്ട്. അപ്പൊ അതും നമ്മൾ നടത്തും. അങ്ങനെ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളെ ഇന്റർവ്യൂവിലേക്ക് അയക്കാനും നിങ്ങളുടെ പേര് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുമ്പിൽ വരുത്താനും ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും പ്രൊഫ് സ്കെയിലിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്, ഇന്റർവ്യൂ ക്ലാസ് നമ്മൾ എത്രയും പെട്ടെന്ന് നിങ്ങളിൽ എത്തിക്കുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഉടൻ തന്നെ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല
വിശ്വാസത്തോടുകൂടി, ഉയർന്ന ആത്മവിശ്വാസത്തോടുകൂടി ഇന്റർവ്യൂ പരീക്ഷ അഭിമുഖീകരിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.